സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ ഉത്ഥാന തിരുനാളിൻ്റെ 3-ാം ഞായറാഴ്ചയിലൂടെ നാം കടന്നു പോവുകയാണ്. ആദിമസഭയിൽ അപ്പസ്തോലന്മാർക്കുണ്ടായ സഹനങ്ങൾ, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന സഹനങ്ങളെക്കുറിച്ചാണ്. അതിൽ അവർ പിതാവിൻ്റെ മുമ്പിൽ കഷ്ടം സഹിച്ച യേശു അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയിലുള്ള ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. യേശുവിൻ്റെ ഉത്ഥാനശേഷം അപ്പസ്തോലന്മാര്, പത്രോസ്, വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി, പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയി. വീണ്ടും ഇനിമേൽ നിങ്ങൾ മീൻ പിടിക്കേണ്ട, മനുഷ്യരെ പിടിക്കുന്നത് എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി മനുഷ്യരെ ചേർക്കുന്നവരാക്കാം എന്നുള്ള ഒരു, ദൈവത്തിന് വേണ്ടി മനുഷ്യരെ നേടുന്നവരാകാം യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്. ആ ഒരു പത്രോസിനോട് ഈശോ പറഞ്ഞതാണ്. എന്നാൽ ജീവിതത്തിൻ്റെതായ ഇപ്പോഴത്തെ സാഹചര്യം അതെല്ലാം മറന്നുപോയി. നിരാശയും കുറ്റബോധവും ഉത്കണ്ഠയും ആകുലതയൊക്കെ നിറഞ്ഞ് ഉള്ളിൽ ഭയവും, യേശു മരിച്ചുയർത്തു എന്നൊക്കെ പറയുന്നു. ഉത്ഥാനം സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ മരിച്ചു ഉയർത്തു എന്ന് പറയും. സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് യോഹന്നാൻ 21 ഒരു സംഭവമാണ്. അവിടെ ഇടയ്ക്ക് ചിന്തിച്ചാണത്. യേശു ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അത് മുഴുവൻ വായിക്കുന്നില്ല. അവിടെ നമുക്കറിയാം, പത്രോസ് പറഞ്ഞു, ഞാൻ ഇനി മീൻ പിടിക്കുക, എൻ്റെ പഴയ പണിയിലേക്ക് ഞാൻ പോവുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല. യേശു മരിച്ചുയർത്തെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതേക്കുറിച്ച് ആർക്കും ഉറപ്പില്ല. ചിലരൊക്കെ അവനെ കണ്ടു, ചിലരൊക്കെ പോകും. എന്നാലും അങ്ങനൊരു സംഭവം മരിച്ചാരും ഉയർത്തിട്ടില്ല അതുവരെയും. അപ്പോൾ ഇത് ഒരു ഭൂതമാണോ എന്താണെന്ന് അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ഈ പത്രോസ് പറയുന്നത്, ഞാനിനി എൻ്റെ പഴയ പണിയിലേക്ക് പോവുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, നീ ദൈവത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല എന്ന്. ഇത് ലോകത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യം, ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചിലരങ്ങനെയാണ്, സ്വന്തം കാര്യത്തിനു വേണ്ടി ദൈവവചനമൊക്കെ അറിയാം, പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചത് നമുക്കറിയാം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടം എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അവസാന ഈ കർത്താവിൻ്റെ വരവിലേക്ക് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തെ നമ്മൾ എൻഡ് ടൈംസ് എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറയുന്നത് നമുക്കറിയില്ല എന്നാണ് എൻഡ് ടൈംസ്. പക്ഷേ നമ്മളോട് വളരെ ജാഗരൂകതയോടെ ഇരിക്കുവാനായിട്ടാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള, നമുക്ക് യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ കഷ്ടാനുഭവവും ഉത്ഥാനവും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് പരിശുദ്ധാത്മാവിനെയാണ്. നമ്മുടെ നാട്ടിൽ കണ്ടില്ല, ഈ പാലോ കാച്ചിയിട്ട് ഇത് മോരാക്കിയിട്ട് അത് കടഞ്ഞെടുക്കുന്ന വെണ്ണ അല്ലേ, വെണ്ണ കിട്ടി. എന്തുമാത്രം അതിൻ്റെ പുറകെ പ്രയത്നമുണ്ട്. അപ്പം നമുക്ക് യേശുവിൻ്റെ ഈ സഹനവും യേശുവിൻ്റെ കുരിശുമരണവും യേശുവിൻ്റെ ഉത്ഥാനവും ഇതെല്ലാം നമുക്ക് നൽകി നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെയാണ്. സാത്താൻ ഏറ്റവും അധികം വെറുക്കുന്നത് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ നമ്മുടെ അടുത്ത് പോലും വരാൻ പറ്റില്ല തിന്മയ്ക്ക്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മളെ എന്ത് വേണം ചെയ്യാം, നമ്മളെ നശിപ്പിച്ച്. അവൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് നഷ്ടപ്പെടുത്തുന്ന എല്ലാ പ്രവൃത്തികളുമാണ് തിന്മ ചെയ്യുക. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി യേശുവിനെ കുറിച്ച് നമുക്കറിയാം. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിലനിർത്താൻ വേണ്ടി യേശു ലോകത്തിൻ്റെ ഒന്നും ആഗ്രഹിച്ചില്ല. ലോകത്തിൻ്റെ ഒന്നും. അവൻ്റെ ഏറ്റവും ദരിദ്രനായിരുന്നു. അല്ലെ, അത് യേശുവിൻ്റെ തീരുമാനമാണ്. ജനിച്ചത് യേശുവിൻ്റെ അമ്മയ്ക്കും യേശു പിതാവിനും ഒക്കെ എന്തുമാത്രം യേശുവിൻ്റെ തീരുമാനം എടുത്തതുകൊണ്ട് വളരെ കഷ്ടം സഹിക്കേണ്ടി വന്നു. ബേത്ലഹേമിലേക്കുള്ള കഴുതപ്പുറത്തുള്ള യാത്രയും, അവിടെ പ്രസവ സമയമായപ്പോൾ ഒരു ഗുഹയിൽ കന്നുകാലികളൊക്കെ, ഈ ആട്ടിടയന്മാരൊക്കെ അല്ലെ നോക്കിയിരുന്ന ആടുകളെ തണുപ്പുള്ളപ്പോൾ കയറി ആരും വൃത്തിയാക്കാതിരുന്ന ഒരു വൃത്തികെട്ട സ്ഥലത്താണ്. ഒരു സ്ഥലത്തും മനുഷ്യരുള്ളിടത്തൊന്നും ഇടം കൊടുത്തില്ല. അങ്ങനെ വൃത്തികെട്ട ഒരു സ്ഥലത്ത് പോയി ജനിക്കുകയും 2 വയസ്സായപ്പോൾ ഹെറോദോസ് കൊല്ലാനായിട്ട് വരുന്നപ്പോൾ
നാട് വിട്ട് ഓടുകയാണ്, ഈജിപ്തിലേക്ക് പോകണം. അവിടെ അടിമയെ പോലെ ജീവിക്കുകയാണ്. ജോലിയൊന്നും നമുക്കറിയാം. വിദേശത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചുമ്മാ പോയി കഴിഞ്ഞാൽ അവിടെ വീടൊന്നുമില്ല. ഞാൻ പറയും, ബോംബെയിലൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ അല്ലെ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തൊക്കെ ആൾക്കാരിങ്ങനെ തുണിയൊക്കെ വലിച്ചു കെട്ടി ഉണ്ടാക്കിയ അങ്ങനെ കണ്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലെയാണ് അവിടെ യേശു ജീവിച്ചത്. കാരണം അവൻ്റെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം യേശു കടന്നുപോയത് നമ്മൾ കടന്നു പോകേണ്ട വഴിയിലൂടെയാണ്. ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും കടന്നു പോകേണ്ട വഴിയിലൂടെ യേശുവിനെ ദൈവം പിതാവ് കടത്തിക്കൊണ്ടുപോയി. സാത്താൻ മനുഷ്യനെ ഏതെല്ലാം അവസ്ഥയിലേക്ക് അധപ്പതിക്കാവോ ആ അധപ്പതനത്തിന്റെ വഴിയിലൂടെ, പക്ഷെ അവൻ പാപം ചെയ്തില്ല, അവളോടെല്ലാം കടന്നുപോയി. നമ്മളറിയണം, അവൻ 2 വയസ്സുള്ളപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ടോയൊക്കെ മേടിച്ചു കൊടുത്ത് എന്തൊരു ഹാപ്പിയാണല്ലേ പിള്ളേരെ. യേശു വിദേശത്തായിരുന്നു, ഈജിപ്തിലായിരുന്നു. 2 വയസ്സുള്ളപ്പോഴൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ടോയ് മേടിച്ചു കൊടുക്കുന്നു. അവരുടെ അല്ല ആ 2 വയസ്സ് ഓർത്ത് നോക്കണം, 4 വയസ്സ് വരെ സമയം എന്ന് അറിയില്ല, ഏകദേശം പറയുകയാണ്. ആ കുഞ്ഞുനാളത്തെ ഒരു ടോയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ, ലാളിക്കപ്പെടാൻ അല്ലേ ബന്ധുക്കളും ഒക്കെ വന്ന് കുഞ്ഞിനെ എടുത്തു നടക്കുന്നത്, അതൊന്നും യേശുവിന് കിട്ടിയില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഈജിപ്തിലായിരുന്നു, ഒരു അടിമയെ പോലെ. ജോസഫിന് വലിയ ജോലിയൊന്നുമില്ല, നമുക്കറിയാം, ആശാരിപ്പണിക്കാരനായിരുന്നു. ഒരുപക്ഷെ ഈശോയും ആ ദാരിദ്ര്യത്തിൽ പങ്കുചേർന്നു. മനുഷ്യനായി വന്ന ദൈവം ദാരിദ്ര്യത്തിൽ പങ്കുചേർന്നു. ആ അവിടുത്തെ വീടുകളിലുണ്ടായിരുന്ന, അതേ വീടല്ല വഴിയിലുണ്ടായിരുന്ന ആ കുട്ടികളുടെ കൂടെ ചെളിവെള്ളത്തിൽ കളിച്ചു വളർന്ന് ഉന്തിയ വയറുമായിട്ട് കണ്ടത് നമ്മൾ കണ്ടിട്ടില്ലേ പിള്ളേരെയൊക്കെ? യേശു അവരുടെ കൂടെ ആയിരുന്നു. അവന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, യേശുവിനെ കുറിച്ച് പറയുന്നത് അവന് വീട് പോലും ഇല്ലായിരുന്നു. എവിടെ താമസിക്കുന്നു എന്ന് സ്നാപകന്റെ ശിഷ്യന്മാർ ചോദിച്ചോ, പറഞ്ഞു വന്ന് കാണുമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് പിന്നീടൊരിക്കൽ പറഞ്ഞില്ലേ, ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, പിന്നെ കുറുനരികൾക്ക് മാളമുണ്ടെന്നാൽ മനുഷ്യപുത്രന് ഭൂമിയിൽ തലചായ്ക്കാൻ ഇടമില്ല എന്ന്. ഇത് യേശു അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതേസമയം നമ്മളെ ഒന്ന് നോക്കിയാൽ നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് ധാരാളം ദൈവം തന്നിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നത് വലിയൊരു തിന്മയുടെ പ്രവൃത്തിയാണ്. നമ്മൾ അനുദപിക്കേണ്ട ഒരു മേഖലയാണ്, കരയേണ്ട മേഖലയാണ്, വിലപിക്കേണ്ട മേഖലയാണ്. യേശു സ്വയം ഇല്ലാതായ അതൊരു വിഡ്ഢിത്തമായിട്ടാണ് നമ്മളിന്ന് കരുതുന്നത്. ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ അപകരിച്ചായാലും കുഴപ്പമില്ല, ധനവും അല്ലെങ്കിൽ മറ്റുള്ളവരെ അവരുടെ കരച്ചിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. എത്ര കഠിനമായി പോയി നമ്മുടെ ഹൃദയം. ഇത് മനുഷ്യനല്ല, സാത്താൻ തന്നെയാണ് മനുഷ്യന്റെ ഉള്ളിൽ കൊണ്ടുപോയി നശിപ്പിക്കും. അവൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുക, ആ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ധനവാന്മാരെ ദുരിതമെന്നൊക്കെ യേശു വിളിച്ച് പറഞ്ഞു. യോഹന്നാൻ അല്ലെങ്കിൽ യാക്കോബസിലെ എഴുതി വെച്ചതൊക്കെ നമ്മൾ ധനം ആയി കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ മറക്കുകയാണ്, സാത്താൻ്റെ അടിമത്തിലേക്ക് പോവുകയാണ്. നിങ്ങളെ കുരുതിക്ക് വേണ്ടി നിങ്ങളെ കരുതി വെച്ചിരിക്കുന്നതൊക്കെയാണ്. വലിയ ദുരന്തമാണ് കാത്തിരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ചും ധനത്തെക്കുറിച്ചല്ല, മറ്റുള്ളവരുടെ ധനം അവർക്ക് അർഹമായത് നമ്മൾ കൈക്കലാക്കി വെച്ചിരിക്കുമ്പോൾ അല്ല. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ച ദിവസം ഈ സക്കവൂസിന്റെ വീട്ടിലേക്ക് ഈശോ വന്നപ്പോൾ ആ ഒരു വേറൊന്നുമല്ല, സക്കവൂസ് ഇറങ്ങി വന്ന് പറഞ്ഞത്, എൻ്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം കൊടുക്കുന്നു. ആരുടെയെങ്കിലും തുക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി മടക്കി കൊടുക്കുന്നു. അതാണ് യഥാർത്ഥ അനുതാപം. ഇവിടെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അറിയണം, യേശു വിളിച്ചു പറഞ്ഞാണ്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം, യേശുവിൻ്റെ ഉത്ഥാനശേഷവും അന്ന് അനേകർ മാനസാന്തരപ്പെട്ടു. പക്ഷെ അനേകർ അവിടെ ഈ അപ്പസ്തോലന്മാരെ അല്ലെ നല്ലതായിട്ട് ജീവിക്കുന്ന പാവങ്ങൾ, നല്ലതായിട്ട് ജീവിക്കുന്ന അവരെ ഉപദ്രവിക്കാനായിട്ട്, അവരുടെ അടുത്ത് ഒരു ഉപദ്രവത്തിനൊരു പോയില്ല അപ്പസ്തോലന്മാർ. അവർക്ക് കിട്ടിയ ആത്മസന്തോഷം, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന യേശുവിനെ എല്ലാവർക്കും പങ്കുവെക്കാനായിട്ട്, അത് യേശുവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ദേവാലയത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 5-ാമത്തെ അധ്യായം നമ്മൾ നേരത്തെ ചിന്തിച്ചാണ്. അതായത് ഇവര് യേശു നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ മനുഷ്യനെയാണോ അതോ ദൈവത്തെയാണോ ഞങ്ങൾ അനുസരിക്കേണ്ടത്? ദൈവമായ ഞങ്ങളുടെ കർത്താവായ രക്ഷകനായ ഭൂമിയിൽ മനുഷ്യനാവെന്ന് നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം ക്രിസ്തുവും കർത്താവുമാക്കി ഉയർത്തിയിരിക്കുന്നു. ഞങ്ങളതിന് സാക്ഷികളാണ്. അപ്പോൾ യേശുവിൻ്റെ ആഗ്രഹമാണ് ഈ സത്യത്തിൻ്റെ സന്ദേശം എല്ലാവരും പോയി പറയുക. അതിപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു തീ പോലെ ജ്വലിക്കുന്ന ഒരു ആഗ്രഹമാണ്. നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. നമുക്ക് സത്യത്തെക്കുറിച്ച് ആരുടെയാണെങ്കിലും മുഖത്ത് നോക്കി സത്യം സത്യമാണ്, അത് മാറ്റമില്ലല്ലോ അല്ലേ?
അതിനെ മറച്ചു വയ്ക്കാൻ പറ്റില്ല, എപ്പോഴെങ്കിലും പുറത്തു വരും. അതുകൊണ്ട് നമ്മൾ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും നമ്മൾ അപമാനിതരാകും. സത്യം അല്ലേ, നഗ്ന സത്യം എന്നൊക്കെ പറഞ്ഞാണ്. സത്യം പുറത്തു വരുമ്പോൾ നഗ്നത വെളിപ്പെടും. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളുടെ അപമാനമാണ് ഈശോ പറഞ്ഞത്. മറ്റുള്ളവർ നിങ്ങളുടെ നഗ്നത കണ്ട് നിങ്ങൾ ലജ്ജിക്കാതിരിക്കാൻ സാത്താൻ നമ്മളെ കൊണ്ട് എത്തിക്കുന്നൊരു വഴി അതാണ്. മറ്റുള്ളവരുടെ മുമ്പിലുണ്ടായിരുന്ന നമ്മുടെ എല്ലാം പോയി, തീർന്നു, സകല മാനവും പോയി. വെളിപാട് 3 പറയുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളുടെ നഗ്നത കണ്ട് ലജ്ജിക്കാതിരിക്കുവാൻ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ശുഭവസ്ത്രം നൽകാം എന്ന് പറയുമ്പോൾ അനുതാപത്തോടെ കർത്താവിനോട് ചേർന്നുകൊണ്ട് നന്മ ചെയ്യുമ്പോൾ നമ്മളുടെ കുറവുകളെ മാറ്റി നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനം മാറ്റി നമ്മുടെ മാനത്തെ ഉയർത്തുന്നൊരു പ്രവൃത്തിയാണ് യേശു. അതുകൊണ്ടേ അവൻ നമ്മുടെ പാപങ്ങളെയും നമ്മുടെ കുറവുകളെയും അല്ലേ, നമ്മളെ പണ്ട് എങ്ങനെയായിരുന്നു, നമുക്ക് ഒരു തരത്തിലും മനുഷ്യന് മുമ്പിൽ എത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ യേശു നമ്മുടെ അപമാനത്തിൻ്റെ ചിഹ്നമായ കുരിശ് ഏറ്റെടുത്ത് വഹിച്ചുകൊണ്ട് നമ്മുടെ അപമാനത്തെ നമുക്ക് മാനമാക്കി മാറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ. നമ്മളത് അറിയണം. അപ്പം അതുകൊണ്ട് യേശുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാകും. ഇത് എല്ലാവർക്കും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, പക്ഷെ അതാണ് യേശുവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് സത്യത്തിനും നീതിക്ക് വേണ്ടി മാത്രം നാം നിലകൊള്ളണം. ഈ അപ്പസ്തോലന്മാർ അതിനുവേണ്ടി, സത്യം ദൈവവചനമാണ്, അതിനുവേണ്ടി വചനം പാലിക്കാൻ തീരുമാനമെടുത്ത് നിലകൊണ്ടപ്പോൾ അവർ പീഡിപ്പിക്കപ്പെട്ടു, ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടു. അവരെ അടിച്ച്, അവരെ മേലാൽ ഇവൻ്റെ നാമത്തിൽ പ്രസംഗിച്ചു പോർന്നൊക്കെ പറഞ്ഞു. അവിടെ ഗമാലിയേൽ എന്ന് പറഞ്ഞൊരു നിയമ ഉപദേഷ്ടാവ് ഇടപെടുന്നൊക്കെയുണ്ട്. പക്ഷേ അവരെല്ലാം അവരെ വെറുതെ വിടുന്നത് ദൈവത്തിൻ്റെതാണെങ്കിൽ നിൽക്കില്ലേ, മനുഷ്യൻ്റെതാണെങ്കിൽ ഇത് ഇല്ലാതായിക്കോളും എന്നൊക്കെ ഗമാലിയേൽ പറഞ്ഞ് അവരെ പുറത്തു വിട്ടു. പക്ഷെ വീണ്ടും അവർ യേശുനാമത്തിൽ പ്രസംഗിച്ചപ്പോൾ അവരെ പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് ചുമ്മാതൊന്നുമല്ല, അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുനാമത്തിൽ സംസാരിച്ചതിനോട് അവർക്ക് പ്രഹരം ഏൽക്കേണ്ടി വന്നു. യേശുനാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാമത്തെ അധ്യായം 40 തൊട്ട് ഇന്നത്തെ വചനമാണ്. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തു. അതൊരു മേഖലയാണ്. ഒരു പ്രതികാര മനോഭാവം ഇല്ല. യേശു ഒരു പ്രതികാരവും ചെയ്തില്ല. നമുക്ക് ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഇല്ല. എല്ലായിടത്തും എവിടെയും നമ്മൾ പ്രതികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയാണ്. ആ മനുഷ്യരായ നമ്മുടെ ഉള്ളിൽ തിന്മ അല്ലെങ്കിൽ നന്മ നഷ്ടപ്പെട്ടു പോയി. ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, തിന്മയ്ക്ക് പകരം നിങ്ങൾ നന്മ ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ നമ്മൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം, സാക്ഷ്യം വഹിക്കണം. അത് പ്രധാനപ്പെട്ട മേഖലയാണ്. കാരണം യേശു സത്യമാണ്, വഴിയും സത്യവും ജീവനും ഞാനാവുമെന്ന് യേശു പറഞ്ഞു. ഇന്ന് 2ാമത്തെ വായനയിൽ വെളിപാട് പുസ്തകം പലപ്പോഴും നമ്മൾ 5-ാമത്തെ അധ്യായം, അതായത് യേശു ഇന്നും ദൈവസന്നിധിയിൽ, ഓർക്കുക, യേശു ഇന്നും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മുറിവേറ്റ ഒരു കുഞ്ഞാടായിട്ടാണ്. അവൻ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് വരെയും നമ്മൾ അവനെ ഏൽപ്പിച്ച മുറിവുകൾ പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവാണ്. ഭൂമിയിൽ തിരുസഭ ഉള്ളിടത്തോളം കാലം അതിനാണ് നമ്മൾ അനുദപിക്കുമ്പോൾ യേശു നാമത്തിൽ എൻ്റെ കർത്താവെ എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തോടും മറ്റുള്ളവരോടും അനുരഞ്ജനപ്പെടുമ്പോൾ നമുക്ക് വന്നുപോയ അപമാനം യേശുവിൻ്റെ മുറിവിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഉത്ഥാനത്തിൻ്റെ മഹത്വം നൽകുന്ന, സഭയിൽ കൃപ നൽകുന്ന യേശുവിൻ്റെ സ്ഥാനം ഇതാണെന്ന് വെളിപാട് 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വായനയിൽ പറഞ്ഞത്. തുടക്കം ഇങ്ങനെ നമുക്കറിയാം, കർത്താവിനെ അവിടെ തുടക്കം എന്ന് വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, അവിടെ ചുരുള്, മനുഷ്യന്റെ പേരുകളും പാപങ്ങളും മനുഷ്യന്റെ കുറവുകളും ഒക്കെ എഴുതിയ ഒരു ചുരുളിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് നിവർത്തി നോക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ലായിരുന്നുവെന്ന്. ആ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ളവരാരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ നോക്കാനോ യോഗ്യനായ ആരെയും കണ്ടെത്താതിനാൽ യോഹന്നാനായ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, കരയാതിരിക്കുക, യൂദായുടെ ഗോത്രത്തിൽ വന്ന് പിറന്ന യൂദായുടെ സിംഹം, ലയൺ ഓഫ് ജൂഡ എന്ന് പറഞ്ഞു, സിംഹവും ദാവീദിന്റെ വേരുമായവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. എന്നാൽ അവൻ പോകാത്ത വഴിയില്ല. അതാണ് എബ്രായർ 4 പറയുന്നുണ്ടല്ലോ, പാപമൊഴുകി എല്ലാ കാര്യങ്ങളിലും നമ്മെ പറഞ്ഞതുപോലെ
ഏറ്റവും ദരിദ്രനായിട്ട്, ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട, ഏറ്റവും നിന്ദ്യനായിട്ട് അവൻ കടന്നുപോയി. അവൻ പോകാത്ത വഴികളില്ല. അപ്പം നമ്മുടെ വേദനയും ദുഃഖവും എന്താണെന്ന് അവനറിയാം. അതുകൊണ്ട് അവനെ ആശ്രയിക്കാനായിട്ട്, അവൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലാനായിട്ട്. അപ്പോൾ ഈ മുദ്ര പൊട്ടിക്കാൻ കഴിവുള്ളവൻ യേശുവാണ്. അപ്പോൾ അവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്നു എന്ന് പറയുമ്പോൾ, കൊല്ലപ്പെട്ട ദേഹത്തോട് രക്തം ഒലിക്കുകയാണ്, ദേഹം മുഴുവൻ മുറിവാണ്, കൊല്ലപ്പെട്ടതായി തോന്നുന്നു. പക്ഷെ അവൻ നിൽക്കുകയാണ്. അവൻ മരിച്ചവനായിരുന്നു, അവനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വെളിപാട് 1 ഈശോ പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എൻ്റെ കൈവശമുണ്ട്. തിന്മയെ ജയിക്കുവാനായിട്ടുള്ള എല്ലാ അവകാശവും അധികാരമുള്ളവൻ അതെ, അതാണ്. അപ്പോൾ അവൻ ആ ചുരുള് നിവർത്തി. അപ്പോൾ താഴ്ന്നത്തെ വായന ഇങ്ങനെ പറയാണ്: പിന്നെ സിംഹാസനത്തിലെയും ജീവികളുടെയും ചുറ്റും അനേക ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവർ അങ്ങനെ കുഞ്ഞാട് യേശുവിനെ ഉറക്കെ സ്തുതിക്കുകയാണ്. അവരുടെ ദൈവത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം അതാണ് പറയുന്നത്. അവൻ വിജയം വരിച്ചു. നമ്മുടെ എന്തെല്ലാം പ്രശ്നമാണെങ്കിലും നമ്മൾ തളർന്നു പോകാതെ അതേ വിജയം വരിച്ച യേശു ഇന്നും നിലകൊള്ളുന്നു. നമ്മളവനെ കാണുന്നില്ല, പക്ഷേ അവൻ ദൈവസന്നിധിയിൽ, മനുഷ്യന്റെ മുഴുവൻ കാര്യങ്ങളെ അറിയുന്ന ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി ഇന്നും നിൽക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ മുറിവേറ്റവനാണ്. വാനമേഘങ്ങളിൽ അവൻ രണ്ടാമത് വരുമ്പോഴും നമ്മൾ കാണുന്നില്ല അല്ലെ, കുരിശിന്റെ അടയാളം പലപ്പോഴും പറഞ്ഞ കുരിശിന്റെ അടയാളത്തോടെ എന്ന് പറയുമ്പോൾ അവന്റെ കയ്യിലും കാലിലും നെഞ്ചിലുമുള്ള മുറിവുകളും കാണിച്ചുകൊണ്ടാണ് വാനമേഘങ്ങൾ അതിശക്തനായി എഴുന്നള്ളി വരുന്നത്. ഇനോ അവർ കുത്തിയവങ്കിലേക്ക് അവർ നോക്കും എന്നാണ് വെളിപാടിൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട് യേശുവിനെ കുറിച്ച്. കുരിശിന്റെ അടയാളം, ക്രൂശിക്കപ്പെട്ട ഇവനായിരുന്നു ക്രിസ്തു, ഞങ്ങൾ അവനെ ക്രൂശിച്ചു എന്നുള്ള ഒരു അനുതാപത്തിന്റെ അല്ലെങ്കിൽ അനുതാപമൊന്നും അന്ന് അടക്കത്തില്ല. തിരിച്ചാൽ സകല ജാതികളും അന്ന് ഒരു പർവ്വതങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ വന്ന് വീഴുക എന്നൊക്കെ പറയുന്ന നിരാശ. കാരണം ഇവനെയാണല്ലോ ഞങ്ങൾ ക്രൂശിച്ചതെന്ന്. എന്തുകൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചിട്ടും അത് ഞങ്ങൾ മനസ്സിലാക്കിയില്ല? ഞങ്ങൾ ഇന്നും മനുഷ്യരെ പീഡിപ്പിക്കുകയും ദൈവത്തെ നിന്ദിക്കുകയും ദൈവവചനത്തെ കാറ്റുപറത്തുകയും ചെയ്തുകൊണ്ട് അത് വലിയൊരു ദുരന്തമായി വെളിപ്പെട്ട് കിട്ടുക. അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിലെന്ന് മലകളും ഞങ്ങളുടെ മേൽ വീട്. ഇത് വലിയൊരു ദുരന്തത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ വരവെങ്കിൽ നമ്മൾ ഭയാനകമായ വിധിദിനമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവൻ രണ്ടാമത്തെ വരവനും ഇപ്പോൾ അവനെ ആയിരിക്കുന്നിടത്ത് അറിയാനായിട്ടുള്ള അവന്റെ ശക്തിയും ഉച്ചത്തിൽ അവർ ആ ദൂതന്മാരും അവർ സ്വർഗവാസികൾ അവിടെ യേശുവിനെ ആരാധിക്കുകയാണ്. കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. നമ്മൾ ആ ഒരു ബോധ്യം അല്ലെ, പരിശുദ്ധനാണ് അവൻ, അല്ലെ അവൻ പരിശുദ്ധനാണ്. വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നത്, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും. എൻ്റെ ദൈവമേ, അതാണ് അനുതാപം. ഒരു മാനസാന്തരത്തിന്റെ അവസ്ഥ ഞങ്ങൾക്ക് തരണമേ. ഈ ലോകത്തിൻ്റെതായ ഒന്നും ഞങ്ങളെ സ്നേഹത്തിലേക്കും നിത്യതയിലേക്കും നിലനിൽക്കുന്ന സമാധാനത്തിലേക്ക് എത്തിക്കുകയില്ല. യേശുവിൻ്റെ അനുഗ്രഹമാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന് ഈശോ പറഞ്ഞ ഒരു മേഖല. കർത്താവേ, കരുണയായിരിക്കണമേ, ഞങ്ങളുടെ കുറവുകളെ ഓർത്ത് അനുദപിക്കാൻ, മാനസാന്തരപ്പെടാൻ. എല്ലാവരെയും ഒന്നാമത്തെ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക. 2, ഞാൻ എന്നെ കരുതുന്ന പോലെ മറ്റുള്ളവർക്കും ദുഃഖമുണ്ട്, അവർക്കും പ്രയാസമുണ്ടെന്ന് കരുതി അവരെ സഹായിക്കാൻ, അവരോട് കരുണ കാണിക്കാൻ, അവരെ സ്നേഹിക്കാൻ. ഇതാണ് ഈശോ നമ്മളോട് ആവശ്യം. അതിനുള്ള ആത്മീയ കൃപ ഞങ്ങൾക്കും തിരുസഭയ്ക്ക് ഈ കാലഘട്ടത്തിന് നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.